അല്ലാഹു നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾ നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുക്കി നമസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുക്കുക എന്നൊക്കെയാണ് അല്ലാഹു പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തനങ്ങളിൽ നിന്നും നമസ്കാരം തടുത്തു നിർത്തും. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, അവനിൽ നീചമായ നികൃഷ്ടമായ സ്വഭാവം വിട്ടുമാറുന്നില്ല എങ്കിൽ സഹോദര സഹോദരി നീ ഓർത്തോ, നിന്റെ നമസ്കാരം കബൂലിയത്തിലെത്തിയിട്ടില്ല. ഒരാള് നിസ്കരിക്കുന്നു, മണിച്ചം വാട്ടർ അടിക്കുന്നു, ഒരാള് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നു, ഒരാള് നിസ്കരിക്കുന്നു, കള്ളം പറയുന്നു, ഒരാള് നമസ്കരിക്കുന്നു, തെള്ളുന്നു. ഇന്ന് ജുമാടെ ദിവസം, പരിശുദ്ധമായ ജുമാടെ ദിവസം കളഞ്ഞിട്ട് മമ്മൂട്ടിയുടെ വലിയ പടം കാണുന്നതിന് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ ജുമാടെ നമസ്കാരം പോലും മാറ്റിവെച്ചിട്ട് ചൂടോടുകൂടി റിലീസ് പടം കാണാൻ നമ്മുടെ യുവാക്കൾ തിരക്ക് കൂട്ടുന്നു കൊല്ലം ടൗണിൽ. അപ്പൊ അവന്റെ ലക്ഷ്യം എന്താ? അവൻ എന്തിനു നിസ്കരിക്കണം? അവനും മമ്മൂട്ടിയും അവനും മോഹൻലാലും തമ്മിൽ എന്താ വ്യത്യാസം? മോഹൻലാലിന്റെ സുന്നത്ത് കഴിച്ചിട്ടില്ല, ഇവന്റെ സുന്നത്ത് കല്യാണം നടന്നു, അത്രേ ഉള്ളു വ്യത്യാസം. വേറെ വ്യത്യാസമൊന്നുമില്ല. വേറെ എന്താ വ്യത്യാസം? ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല, ജുമാ നമസ്കാരത്തിന് താല്പര്യമില്ല. ശരിയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസയിലേക്ക് കാലെടുത്ത് വെച്ച കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾ ബാലപാഠം പഠിക്കാൻ, അലിഫ് ബാ താ പഠിക്കാൻ മദ്രസയിൽ കാലെടുത്ത് വെച്ചപ്പോൾ അവൻ പഠിച്ച വാക്കാണ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ആരാധ്യൻ അല്ലാഹുവാണെന്ന് പഠിച്ച പാരമ്പര്യത്തിന്റെ ഉടമകളായ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അവരിലൂടെ അല്ലാഹു തആല അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ അവർക്ക് നൽകിയ കുഞ്ഞുമക്കൾ ഇന്ന് സിനിമ നടീനടന്മാരാണ്. ആരാധ്യൻ എന്ന മട്ടിൽ വലിയ ഒരു ഫ്ലെക്സ് അടിച്ച് ഓരോ വീട്ടിലും പള്ളികളുടെ മുന്നിലും ജംഗ്ഷനിലും ഇന്ന് വലിയ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ആരാധ്യൻ ആരാണ്? മമ്മൂട്ടി. ആരാധ്യൻ ആരാണ്? മോഹൻലാൽ. അപ്പൊ ആരാധ്യനെയാണ് ആരാധിക്കേണ്ടത്. മമ്മൂട്ടി ആരാധിക്കുന്നവർ ജുമാ നമസ്കാരം ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ആരാധിക്കാൻ പോയി, കുഴപ്പമില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടവർ, അവനാണ് ആരാധന എന്ന് വിശ്വസിച്ചവർ ജുമാ നമസ്കാരമാണ് ഞങ്ങൾക്ക് വലുത്. വഈദുൽ മുഅ്മിനീൻ, ജുമാ നമസ്കാരം വിശ്വാസികളുടെ പരിശുദ്ധമായ ദിവസമാണ്, പെരുന്നാളിന്റെ ദിവസമാണ്, സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസമാണ്. ആ പുണ്യമായ ദിവസത്തിൽ കൂടുതൽ കൂടുതൽ നന്മകളും റഹ്മത്തുകളും ചൊരിഞ്ഞു തരുന്ന മാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ആ പരിശുദ്ധമായ പകലിൽ ഞങ്ങൾക്ക് സിനിമയേക്കാൾ വിനോദങ്ങളെക്കാൾ വലുത് ഇബാദത്താണ് എന്ന് കരുതിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സ്ഥലം അവിടെ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് നിങ്ങൾക്ക് നമസ്കാരം, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. തഖ്വ ഉള്ളവരുടെ ജോലിയാണ് നമസ്കാരം, മനസ്സിലാക്കണം. തഖ്വ ഉള്ളവന്റെ ജോലിയാണ് നമസ്കാരം. തഖ്വ ഇല്ലാത്തവൻ നമസ്കരിക്കൂല. തഖ്വ ഉള്ളവൻ ജുമാ നമസ്കാരം കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുമോ സുഹൃത്തുക്കളെ? തഖ്വ ഉള്ള പെണ്ണോ ആണോ മഗ്രിബിന്റെ സമയമാകുമ്പോൾ, മഗ്രിബിന്റെ പരിശുദ്ധമായ സമയം, പുണ്യമേറിയ സമയം, വളരെ കുറഞ്ഞ സമയം, ആ സമയം കളഞ്ഞിട്ട് സിനിമ, TV, സീരിയൽ ഓണാക്കി വെച്ച് കണ്ടുകൊണ്ടിരിക്കുമോ? ആലോചിക്കും, നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കുന്നു, പക്ഷെ നീചവും നികൃഷ്ടവുമായ കാര്യം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. മനസ്സിലാക്കിക്കോ മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, മോളെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. വെറുതെ നീ നിസ്കരിക്കുന്നു എന്നർത്ഥം. നമസ്കരിച്ചാൽ നീചവും നികൃഷ്ടവുമായ സകലമാന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ അടയാളമാണ്. നമസ്കാരക്കാർ, തഖ്വ ഉള്ളവൻ നമസ്കരിക്കുന്നു, അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാകും. നമ്മൾ നിസ്കരിക്കുമ്പോൾ എന്താ പേടി? 4 മണി വിട്ടിട്ട് അസ്ർ നിസ്കരിക്കാൻ വന്ന ചിന്ത എന്തായിരിക്കും? ആ പെണ്ണിന്റെ ചുരിദാറിന്റെ മുഴുവൻ നിറവും ആ കളറും അളവും ഒക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞു വരുന്നത്. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാൻ പറ്റിയ 10 മിനിറ്റ് സമയം നമസ്കാരം. ജുമാ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ അണ്ണന്മാര്, കാക്കാമാര് എല്ലാവരും വരും പള്ളിയില്. ജുമാ നിസ്കാരം നല്ല സമയം, നല്ല ഫാൻ, വിശാലമായ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് ഉസ്താദ് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വലിയ ഖുതുബായും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവരിങ്ങനെ ഉസ്താദ് പറയുന്നത് എല്ലാം ശരിയാണ്, എല്ലാം കറക്റ്റാണ്. ഓ എന്ത് കാര്യ ഉസ്താദ് പറയുന്നത്, ശരിയാ ഉസ്താദ്, ശരിയാ ഉസ്താദ്.
എല്ലാം പറഞ്ഞു. അവസാനം എഴുന്നേക്കുന്നപ്പോ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വനഹ്യൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. ചാടി പിടിച്ചോ എഴുന്നേറ്റോ. അപ്പോഴാണ് സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയ സമയം. ജുമായി സ്വസ്ഥമായി 20 മിനിറ്റ് ഉറങ്ങാൻ. കാരണം കടയിരുന്ന ഉറങ്ങാൻ പറ്റില്ല, കസ്റ്റമർ വരുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, ചൂട് കാലില്ല, ബുദ്ധിമുട്ടാണ്. ആരുടെ ശല്യമില്ല. പള്ളിയിലാകുമ്പോൾ ആരും സംസാരിക്കാൻ വരുമല്ലോ. സ്വസ്ഥമായി മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ട് പള്ളിയിലിരുന്ന് അരമണിക്കൂർ ഉറങ്ങാൻ പറ്റിയ നല്ല സമയം. നോക്കിക്കോളൂ നിങ്ങൾ. ജുമായ്ക്ക് അടുത്ത ജുമായ്ക്ക് വരുമ്പോൾ നോക്കിക്കോളൂ എത്ര പേരാ ദിക്റിൽ മുനാജാത്തിൽ നേരെ അള്ളാഹുമായിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഉസ്താദ് ഇവിടെ നീട്ടിപ്പിടിച്ച് വലിയ പ്രഭാഷണം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരന്റെ ചിന്ത അങ്ങനെയാണോ? أن علي رضي الله تعالى عنه علي رضي الله تعالى عنه إذا أراد القيام في الصلاة നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ മതി. യതസൽസലു വയതലവ്വനു വജ്ഹുഹു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറിപ്പോകും, മുഖം വിവർണമായി പോകും. വഖീല ലഹു, ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാലക യാ അമീറൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീനെ, അങ്ങേക്ക് എന്ത് സംഭവിച്ചു പോയി? അങ്ങ് ധീരനാണല്ലോ, എത്രയോ പേരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയാണല്ലോ, അങ്ങ് ശക്തിയുള്ളവനാണല്ലോ, അങ്ങ് ധൈര്യവും ചങ്കൂറ്റവും ഉള്ളവനാണല്ലോ. എന്തേ മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീനെ, അങ്ങ് നമസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ അങ്ങയുടെ നിറം മാറിപ്പോയത് എന്തേ? അതിന്റെ കാരണം? ഉടനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജാഅ വഖ്തു അമാന, അമാനത്തിന്റെ സമയമെത്തി. നമസ്കാരം എന്നുള്ളത് ഒരു അമാനത്താണ്. അത് അല്ലാഹു വിശ്വസിച്ച് നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു സമ്പത്താണ്. അതിൽ ഒരു ന്യൂനത പോലും വരാതെ മടക്കി നൽകണം. ഒരാൾ 1000 രൂപ നൽകിയാൽ 950 രൂപ മടക്കി കൊടുത്താൽ അദ്ദേഹം സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. നമസ്കാരത്തെ അല്ലാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഒരു വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു മുതലാണെങ്കിൽ അതിന്റെ പരിപൂർണമായ നിലയിൽ അത് മടക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം. പക്ഷെ എങ്ങനെയാണ് അത് മടക്കി കൊടുക്കുക എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ എന്റെ നിറം മാറിപ്പോകുന്നു സഹാബത്തെ. നമ്മുടെ അങ്ങനെയാണോ? എന്നാലോചിച്ചു നോക്കി സുഹൃത്തുക്കളെ. അതേപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, ആരാ ഉമറുൽ ഫാറൂഖ്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദ ബിൽ ഖിയാം, നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തർതഇദു ഫറായിസുഹു വതസ്തഖു അസ്നാനുഹു, അദ്ദേഹത്തിന്റെ ഞരമ്പ് പിടയ്ക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. ആരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു? പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പരസ്യമായി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുറൈശി കോട്ടകൊത്തളങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെയും സഹാബാക്കളെയും വകവരുത്തുന്നതിന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ പോയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അനുവാദം നൽകണം നബിയേ, പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യാൻ അനുവാദം നൽകണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ, അല്ലയോ ഉമറേ, നീ ധൃതി കാണിക്കരുത് ഉമറേ, ധൃതി കാണിക്കരുത് ഉമറേ, നമ്മൾ നമ്മൾ വളരെ കുറഞ്ഞവരാണ്, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, അതുകൊണ്ട് ധൃതി കാണിക്കരുത്. നമ്മുടെ ദീൻ കുറച്ചുകൂടി വ്യാപിക്കട്ടെ, പരസ്യമാകട്ടെ, ആൾബലം അംഗബലം കൂടട്ടെ, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പോയി കഅബ തവാഫ് ചെയ്യാം. ഇപ്പോൾ കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ കൈകളിലാണ് പരിശുദ്ധമായ കഅബ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മളെ അവർ പീഡിപ്പിച്ചാലോ, അതുകൊണ്ട് ഉമറേ, അങ്ങ് ക്ഷമിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ യാ റസൂലല്ലാഹ്, ഈ ഉമർ മാത്രം പോയി തവാഫ് ചെയ്തിട്ട് വരാം, എന്നെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ അനുവാദം തന്നാ മതി. ഉമറുൽ ഫാറൂഖ് ഒറ്റയ്ക്ക് പോയിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. തവാഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നു അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, ഓരോരുത്തരിഞ്ഞ് വന്നപ്പോൾ അടിക്കാൻ തുടങ്ങി. ഉമറുൽ ഫാറൂഖിനെ അടിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് പിടിച്ച് ഓരോന്നിനെ 2 കുൻഫുടെ 2 അടി.
പിടിച്ചു ഓരോരോ അടി. അപ്പോഴത്തേക്ക് ബാക്കി ഓരോരുത്തർ ഓടാൻ തുടങ്ങി. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിമായിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഖുറൈശി കുടുംബത്തിൽ അതല്ലെങ്കിൽ ഈ മക്കക്കാരിൽ ആർക്കെങ്കിലും എന്റെ ഹബീബായ തങ്ങളെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരെ വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ തന്റെ ഇടമുള്ളവർ, ചങ്കൂറ്റമുള്ളവർ കടന്നു വാ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിന്റെ വാക്കുകേട്ട് ആരെല്ലാം അടുത്ത് വരുമോ? എല്ലാണോ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, നബിയെ വാ, എല്ലാവരും ഒതുക്കി, ഞാൻ ഒതുക്കി, എല്ലാവരെയും ഒതുക്കി, വാ, സമാധാനമായിട്ട് നമുക്ക് പോയി തവാഫ് ചെയ്യാം. ആദ്യമായി ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിയും സഹാബാക്കളും പോയി സ്വസ്ഥമായ നിലയിൽ തവാഫ് ചെയ്തു. ഉമർ അൽ ഫാറൂഖിന്റെ വീര്യം, ധൈര്യം അത്രത്തോളമാണ്. ഈ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. തണുപ്പില് പല്ല് കൂട്ടിയിടിക്കുന്ന പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞരമ്പുകളൊക്കെ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. വിറയല്, ഒരു വല്ലാത്ത പേടി അനുഭവപ്പെടുമ്പോ ഇങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, സ്പന്ദനം കൂടും. എന്താണ്? എന്തേ അമീറുൽ മുഅ്മിനീനെ, അങ്ങ് വീരനാണല്ലോ, അങ്ങ് ധീരനാണല്ലോ, അങ്ങ് വീരശൂര പരാക്രമിയാണല്ലോ, പരസ്യമായി കഅബയുടെ പൂമുഖത്ത് പോയി തവാഫ് ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച അങ്ങ് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഹാന വഖ്തുൽ അമാന, അമാനത്തിന്റെ സമയം എത്തിയിരിക്കുകയാണ്. ലാ അദിരി അതെങ്ങനെ മടക്കി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മടക്കി കൊടുക്കുമ്പോൾ അതിൽ വല്ല ന്യൂനതകളും സംഭവിച്ചു പോയാൽ അള്ളാഹു അതെന്റെ മുഖത്തേക്ക് ചുരുട്ടിക്കൂട്ടി എറിയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത്, എന്റെ വിഷയം അതല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, തഖ്വ ഉള്ളവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോ അങ്ങനെയാണോ? ഉസ്താദ് ഏത് സൂറത്താ ഓതിയെന്ന് നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാ ഏത് സൂറത്താന്നോ എന്തോ ഉസ്താദ് ഓതി, ഏതോ ഒന്ന് ഓതി. നിസ്കാരം കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഏത് സൂറത്താ ഉസ്താദ് ഓതിയത്? നമ്മുടെ നിസ്കാരം അതാ. 3 റക്അത്ത് ഉസ്താദ് നിസ്കരിച്ച് സലാം വീട്ടി, എല്ലാരും മറന്നു പോകും, ആരും ഓർത്ത് കാണൂല. നമ്മുടെ ഫിക്ർ എവിടെ? നമ്മുടെ ഫിക്ർ എവിടെ? ചിന്ത എവിടെ? ഇതാണ് നമ്മുടെ നമസ്കാരം. തഖ്വ ഉള്ളവർക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? തഖ്വ ഇല്ലാത്തവരുടെ ഈ നിസ്കാരം അശ്രദ്ധയായി പോകുന്നു.